ഞാനിവിടെ വന്നപ്പോൾ മുതൽ എല്ലാവരും കൂടി കൂട്ടം കൂടി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉണ്ണിമുകുന്ദൻ്റെ പുതിയ സിനിമയായിട്ടുള്ള മാർക്കോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ അവസ്ഥ. അതായത് സിനിമാ ഫീൽഡിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ ഹിറ്റായത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഫസ്റ്റ് തന്നെ യൂട്യൂബറായിട്ടുള്ള നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് നൈസായിട്ട് നമ്മുടെ മാർക്കോയിനെ ഒന്ന് നുള്ളാൻ വേണ്ടി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിതിങ്ങനെ അടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖരായിട്ടുള്ള മെയിൻ താരങ്ങൾ, അതായത് സുരാജ് വെഞ്ഞാറമൂട്, ജാഫർ ഇടുക്കി എന്നിവരെ പോലുള്ള പ്രമുഖ താരങ്ങൾക്ക് ഉണ്ണിമുകുന്ദനെ പോലുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ നല്ല സിനിമ ഇറക്കി അല്ലെങ്കിൽ ആളുകൾ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ എവിടെയോ ഒരു വിഷമം പോലെ. അതാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതായത് മാർക്കോ ഇറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ചിട്ടുള്ള ED എന്ന് പറയുന്ന വേറൊരു സിനിമ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമേൻ്റെ പ്രൊമോഷന് വന്ന സുരാജ് നൈസായിട്ട് മാർക്കോയ്ക്കിട്ടൊന്ന് കുത്തി. എന്തിൻ്റെ ആവശ്യം? നമ്മുടെ സിനിമ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ സിനിമയെക്കുറിച്ച് പറയാം, അല്ലാതെ ഇറങ്ങിയിട്ടുള്ള ബാക്കിയുള്ള സിനിമകൾ കാണാൻ പാടില്ല, അല്ലെങ്കിൽ അതിലിങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ തമാശ രൂപേണയാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ഉള്ളിൽ ആ ഒരു സംഭവം കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അതായത് എൻ്റെ സിനിമയിൽ, അതായത് ഞാൻ ഇറക്കാൻ വേണ്ടി പോകുന്ന ഈ സിനിമയിൽ കുട്ടികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, അതിൽ കൊല്ലും കൊലയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. സുരാജ് ഏട്ടൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. അപ്പം തന്നെ ഒരു കാര്യം കൂടെ, എന്തൊരു തമാശയല്ലേ സുരാജേട്ടൻ! പണ്ടത്തെ ആ തമാശ ഒന്നും ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. പണ്ട് കോമഡിയും പറഞ്ഞ് അല്ലെങ്കിൽ ചളിയും പറഞ്ഞ് മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരു നടനാണ് സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിന് അറിയാം ഈ സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നതും ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര പണിയുള്ള പണിയാണെന്നുള്ളത്. എന്നിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നിട്ടുള്ള ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പം അത് കുറച്ച് വയലൻസ് ഉള്ള പടമാണ്. എന്നാലും നൈസായിട്ട് ഇങ്ങേരുടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ അത് കാണണ്ട, ഇത് കണ്ടാൽ മതി എന്നുള്ളൊരു ദ്വയാർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സുരാജേട്ടൻ പണ്ടേ ദ്വയാർത്ഥം, അതായത് ഡബിൾ മീനിങ്ങിലൂടെ കോമഡി പറയാൻ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് മാർക്കോയ്ക്കിട്ട് ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു തമാശയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണം വിടാം. പക്ഷേ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു തമാശയായിട്ട് നമുക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ED എന്ന് പറയുന്നുള്ള ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിക്കുന്നത് വേറൊരു സിനിമയെ ചവിട്ടി താഴ്ത്തിയിട്ടല്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നത്. ആ ഒരു അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. പിന്നെ വേറൊരു ചങ്ങായും കൂടെ ഉണ്ട്. ആരാ? ജാഫർ ഇടുക്കിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ജാഫർ ഇടുക്കി അപ്പോൾ ജാഫർ ഇടുക്കിയും മാർക്കോയിനെ മാർക്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിട്ടാ. ജാഫർക്ക, ഇപ്പോൾ വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മാർക്കോയുടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പോൾ റിലീസിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കേൾക്കോ ഒന്നല്ല നമ്മുടെ വിഷയം. മാർക്കോ അതിന്റെ രീതിയിൽ അത് വിജയിച്ചു, അതിന്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു. ആഹാ, ജാഫർ ഇടുക്കീൻ്റെ ആ ഒരു സംസാരം കേട്ടോ, എന്തൊരു കോമഡി അല്ലേ, എന്തൊരു തമാശയാ. ജാഫർ ഇടുക്കി ഇതേ തമാശ സിനിമയിൽ കാണിക്കുകയാണെങ്കിൽ അടിപൊളിയായനെ. ജാഫർ ഇടുക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉണ്ണിമുകുന്ദനോടൊക്കെ എന്താണ് വിരോധം? അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ പോലുള്ള ഇങ്ങനെ പുതിയതായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന നായകന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നടന്മാരെ കാണുമ്പം ഇവർക്കൊക്കെ എന്താണ് ഇത്ര ചൊറിച്ചിലെന്നാണ് മനസ്സിലാവാത്തത്. ഇതും ഒരു തമാശ രൂപേണ ആയിരിക്കും ചങ്ങായി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും മലയാള സിനിമയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഈ ഇടയ്ക്കെല്ലാം നടന്നിട്ടും അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പോലും മിണ്ടാണ്ട് ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയിൽ ആ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നത് നോക്കാതെ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ചവിട്ടി താത്തണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഇവരോടൊക്കെ എന്താ പറയേണ്ടത്? നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെയുള്ള ഒരുപാട് അലിഗേഷൻസ് നമ്മുടെ മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊന്നും മിണ്ടണ്ട, വായും പൂട്ടി ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം ഒരു ചങ്ങായി വന്ന് ഒരു സിനിമ ഇറക്കി. ആ സിനിമ അത്യാവശ്യം ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പം അതിനെക്കുറിച്ച് വേറെ ഒരു സിനിമേൻ്റെ ഇടയിലും അല്ലെങ്കിൽ വേറെ ഒരു സിനിമ ഇറങ്ങിയപ്പോഴും ഇതേപോലുള്ള ആളുകൾ അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്
ഇങ്ങനെ മറ്റുള്ള സിനിമകളെ കുറ്റം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവന്മാരൊക്കെ ഈ ലൂസിഫർ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ പറയോ ലൂസിഫർ ഗോസിഫർ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല എന്നൊക്കെ പറയോ? ഇല്ല. പക്ഷേ ഈ പറയുന്ന പുതിയതായിട്ട് വരുന്നവരെ ഇവർക്ക് അംഗീകരിക്കാൻ, ഈ സിനിമാ ഫീൽഡിലുള്ളവർക്ക് തന്നെ അംഗീകരിക്കാൻ ഇവർക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല, ഇവരും ഒരു കാലത്ത് പുതുമുഖങ്ങളായിരുന്നു, അല്ലെങ്കിൽ ചെറിയ താരങ്ങളായിരുന്നു. എന്നിട്ടാണ് അവരിങ്ങനെ പതിയെ പതിയെ കൊച്ചു സിനിമകളൊക്കെ ചെയ്ത് ഇപ്പോൾ ഈ പറയുന്ന പ്രൊമോഷനെല്ലാം വന്നിരുന്ന് മൈക്കെല്ലാം മേടിച്ച് ആ മാക്രി എന്നൊക്കെ പറയാനുള്ള രീതിയിലേക്ക് എത്തിയത് ഇതേപോലെ ചെറിയ സിനിമകൾ ചെയ്ത് തന്നെയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വന്ന വഴി എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നവരെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇനി വരുന്നവരുടെ സിനിമേനെ നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതിരിക്കാനോ ശ്രമിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ സ്വന്തം സിനിമയെക്കുറിച്ച് ഇതേപോലുള്ള പലതും പറയുമ്പോഴും നമ്മുടെ ഉണ്ണി മുകുന്ദൻ വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ണി മുകുന്ദനോട് ഈ പറയുന്ന പടം കണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ മീഡിയക്കാർ ചോദിക്കുന്ന സമയത്ത് ഉണ്ണി മുകുന്ദൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി വിട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ്. എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. അപ്പൊ പൃഥ്വിരാജ്, ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ്. പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ എന്ന് എനിക്ക് ഗുണം ചെയ്യുമെന്ന് പൃഥ്വിരാജ് വില്ലനായിട്ട് വരും. പൃഥ്വിരാജ് വില്ലനായിട്ട് പിടിക്കുന്നില്ല, പക്ഷേ ആർക്കോ പോലത്തെ സിനിമകൾ പൃഥ്വി ചെയ്യുവാണെങ്കിൽ വാവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഉണ്ണി മുകുന്ദൻ എന്താണ്, ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ഇപ്പോൾ ഹിറ്റായി. അങ്ങനെയാണെങ്കിൽ ഉണ്ണി മുകുന്ദനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഇതേപോലുള്ള വമ്പൻ സിനിമകൾ ഇനി വീണ്ടും ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ധൃതങ്ക പുളകിതനാക്കും എന്നൊക്കെ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഉണ്ണി മുകുന്ദൻ ഇവിടെ എന്താണ് പറഞ്ഞത്? പൃഥ്വിരാജിനെ ഈ സമയത്ത് ഒരു കാരണവശാലും ഇവിടെ പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല. പക്ഷേ ഉണ്ണി മുകുന്ദൻ ഇവിടെ എന്താണ് ചെയ്തത്? പൃഥ്വിരാജിൻ്റെ ഇതേപോലുള്ള കിടിലം ഫിലിംസ് വരാൻ ആഗ്രഹമുണ്ട്, മലയാളത്തിലെ ഇതേപോലെ ആക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരാൾ പൃഥ്വിരാജാണ്, അതൊക്കെയാണ് മോനെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് കൂടെ വരുന്നവൻ അല്ലെങ്കിൽ കൂടെ ഉള്ളവൻ കുറച്ചും കൂടി ഉയർന്നു വരുമ്പോൾ ഒരിക്കലും അസൂയയോ കുശുമ്പോ ഇല്ലാതെ നമ്മുടെ ആ ഒരേ പാതയിൽ മുമ്പോട്ട് പോട്ടെ, അല്ലെങ്കിൽ അടിപൊളി അവൻ്റെ പടം വിജയിച്ചു അല്ലെങ്കിൽ അവൻ്റെ പടം വിജയിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കൂടെ നിൽക്കുന്നതിനാണ് ഏറ്റവും നല്ല കലാകാരൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരുത്തൻ ഇങ്ങനെ പതിയെ പൊങ്ങി വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാഫർ ഇടയ്ക്ക് ഉണ്ണി മുകുന്ദൻ്റെ ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എന്താണ് ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പലർക്കും പല രാഷ്ട്രീയവും പല വിശ്വാസങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെന്താണ്, അവരഭിനയിക്കുന്ന സിനിമ അല്ലെങ്കിൽ അവർ എന്താണോ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നത് ആ ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക. സിനിമ വേറെ, ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വേറെ. അപ്പോൾ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. സിനിമയെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഈ പറയുന്ന പോലെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു വിവാദ പ്രസ്താവന നടത്തുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അല്ലാതെ ആ സമയത്ത് പോയിട്ട് അയ്യോ ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന് പറഞ്ഞുള്ള കിടിലൻ ഒരു സൂപ്പർ ഹിറ്റ് ഫിലിം ഇറക്കി, അതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും ശരിയാണ് എന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷേ സിനിമ നല്ലതാണോ നല്ലത്, സിനിമ മോശമാണോ മോശം എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ഒരു സിനിമ ഇങ്ങനെ ഹിറ്റായി ആളുകളെല്ലാം കണ്ടിങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സിനിമയിൽ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഭയങ്കര വയലൻസാണ്, കുട്ടികൾക്ക് കാണാൻ പറ്റൂല, അല്ലെങ്കിൽ 18 വയസ്സിന് ശേഷമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെയും വന്നിട്ട് ബാക്കിയുള്ള സിനിമേൻ്റെ പ്രൊമോഷൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ അതൊക്കെ കുറച്ച് എന്താണ്, അസൂയാണോ? അസൂയായിരിക്കും. പക്ഷെ ഈ ഏട്ടന്മാരൊന്നും ഇവരുടെ വലിയ നായകന്മാരെ കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടൂല. കൂടെ വർക്ക് ചെയ്യുന്നവൻ എന്ത് വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിലും മിണ്ടാണ്ട് അനങ്ങാണ്ട് ഒരു മൂലക്കിരിക്കും. ഇവരൊക്കെ എവിടെ പോയി എന്ന് വരെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ പാവപ്പെട്ടവൻ, വല്ല നിവിൻ പോളിയോ വല്ല ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ ടോവിനോ തോമസോ, ടോവിനോ തോമസ് അല്ല ഇപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു തോന്നും. പക്ഷേ ഇങ്ങനെ പൊങ്ങി വരുന്ന കുറച്ച് ചെറിയ നടന്മാരെയൊക്കെ നൈസായിട്ട് വന്നിട്ട് ഇതൊന്നും സിനിമയല്ല, അമ്മമാർക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു അപവാദമായിട്ട് നമ്മുടെ ടിനി ടോം ഈ പറയുന്ന ഉണ്ണി മുകുന്ദനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. സിനിമയിലാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചത്. അതിലൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഒരു വിക്കനായിട്ട് അഭിനയിക്കാനാണ്. ആ പയ്യൻ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് ചേട്ടാ ഈ വിക്കൻ സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആ പയ്യൻ നല്ലൊരു സ്റ്റാറായിട്ട് വന്നു. എന്നോടൊപ്പം തന്നെ
അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ എന്നാണ് പേര്. അപ്പം അന്ന് അതിലൊരു നടി ഇവൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ, ഇത് ഉണ്ണി പോലും ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു കുറച്ചിൽ പോലെ കണ്ടിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോഷൂട്ടിൽ. അപ്പം നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ ഓർത്തു അതിവൻ പുതിയ പയ്യനാണല്ലോ, എൻ്റെ ഒപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഒരുപക്ഷെ ആ നടി അവൻ്റെ ഒപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കാലചക്രം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കാവ്യനീതി എന്ന് പറയുന്നൊരു കാര്യം. ഇങ്ങനെയുള്ള അവസ്ഥകൾ പല നടന്മാർക്കും ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. കലാഭവൻ മണിയല്ല ഇത് ഫേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതായത് സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് പല നായികമാർക്കും ഒപ്പരം നിന്ന് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഒപ്പരം ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ കാലം ഇതെല്ലാം മാറ്റിക്കൊടുക്കും. അതായത് ഈ പറയുന്ന നടിമാരെല്ലാം വീട്ടിലിരിക്കുമ്പോഴും ഈ പറയുന്ന നടന്മാരെല്ലാം വളർന്ന് പന്തലിച്ച് വലിയ സൂപ്പർ സ്റ്റാറായിട്ട് ഇങ്ങനെ നടക്കും. അപ്പം വിചാരിക്കും, അയ്യോ അന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഉണ്ണിമുകുന്ദൻ ഇതുവരെ ഈ ഒരു കഥ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ടിനി ടോമും പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ. എല്ലാ ഫീൽഡിലുള്ള പോലെ തന്നെയാണ് ഈ സംഭവം. പുറമേ എല്ലാവരും ചിരിച്ച് കാണിക്കുമെങ്കിലും ഇവരുടെ ഉള്ളിലൊക്കെ ഈ സംഭവം കിടപ്പുണ്ട്. അയ്യോ ഇവൻ അങ്ങനെ വളർന്നു വരുന്നത് അത്ര ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും ഇപ്പം മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വമ്പ ഹിറ്റായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വയലൻസ് 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 അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് പുറമേ നിന്ന് വരുന്ന സിനിമകളെ ഭയങ്കരമായിട്ട് പറയാനും, അതായത് ഇതേപോലുള്ള വയലൻസ് ഉള്ള KGF പോലുള്ള സിനിമകൾ കിടിലനാണെന്ന് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിലും സ്വന്തം നാട്ടിൽ ഇതേപോലെ ആരെങ്കിലും ഒരാൾ ഇതുപോലുള്ള സിനിമകളുമായിട്ട് വരുന്ന സമയത്ത് സീക്രട്ടായിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതായാലും മാർക്കോ വമ്പ ഹിറ്റടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് മാർക്കോ തൂക്കി.